എല്ലാവർക്കും നമസ്കാരം. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് നല്ല ലവ് സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബ്ലൂ ജെയിൽ. 2016 സിനിമ റിലീസ് ചെയ്തത്. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. മാർക്ക് ഡുപ്ലാസും സാറാ പോൾസണുമാണ് ഇതിൽ നായകന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഈയിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ലവ് സ്റ്റോറിയാണ് ബ്ലൂ ജെയിൽ. 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ജിം ആൻഡ് അമാൻഡ, ഈ 2 ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ജിം വളരെ യാദൃശ്ചികമായിട്ട് അമാൻഡനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കാണുകയാണ്. ഇവർ രണ്ടുപേരും പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അമാൻഡയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജിം തിരിഞ്ഞു നടക്കുകയാണ്. പക്ഷെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഇവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഒരു കോഫി കുടിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ബ്രേക്കപ്പ് മുതലുള്ള അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവരോട് പങ്കുവെക്കുകയാണ്. അവരുടെ മനോഹരമായ ഇമോഷണലായ കോൺവെർസേഷനാണ് ഈ സിനിമ. ഇവരുടെ ബാക്ക് സ്റ്റോറി ഒന്നും സിനിമയിൽ കാണിക്കുന്നില്ല. ആകെ വരുന്ന ലൊക്കേഷൻസ് ഒരു കോഫി ഷോപ്പും ഒരു കൺവീനിയൻസ് സ്റ്റോറും ഒരു വീടും മാത്രമാണ്. സ്റ്റിൽ ഈ സിനിമ വളരെ എൻഗേജിങ് ആണ്. ഈ സിനിമയുടെ വൺ ഓഫ് ദ സ്ട്രൈക്കിംഗ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എസ്തെറ്റിക് തന്നെയാണ്. മാർക്ക് ഡുപ്ലാസും സാറാ പോൾസണും അവരുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ മൂവി മാത്രമല്ല, പവർഫുൾ ആയ സിനിമ കൂടിയാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് നോട്ടിംഗ് ഹിൽ. 1999 സിനിമ ഇറങ്ങിയത്. ഇത് റൊമാൻറ്റിക് കോമഡിയാണ്. ജൂലിയ റോബർട്ട്സും ഹ്യൂ ഗ്രാൻറ്റുമാണ് സിനിമയിലെ നായകന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ലണ്ടനിലെ നോട്ടിംഗ് ഹില്ലിൽ സ്വന്തമായൊരു ട്രാവൽ ബുക്ക് സ്റ്റോറുള്ള ചെറുപ്പക്കാരനാണ് വില്യം താക്കർ. വില്യം ആക്ച്വലി ഡിവോഴ്സിയാണ്. അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഹോളിവുഡ് ആക്ട്രസ്സായ അന്ന സ്കോട്ട് വില്യമിൻ്റെ കടയിലേക്ക് വന്നിട്ട് ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാണ്. അന്ന് തന്നെ വില്യം വളരെ യാദൃശ്ചികമായിട്ട് അവളെ സ്ട്രീറ്റിൽ വെച്ച് കാണുകയാണ്. അവൻ്റെ കയ്യിലുള്ള ജ്യൂസ് അറിയാതെ അവൾ ഡ്രസ്സിലേക്ക് വീഴുകയാണ്. തൻ്റെ ഫ്ലാറ്റിയുടെ അടുത്താണെന്നും അവിടെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ട് വില്യം അവളെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. വില്യമിൻ്റെയും അന്നയുടെയും കഥ പറയുന്ന ബ്യൂട്ടിഫുൾ ആയ ലവ് സ്റ്റോറിയാണ് നോട്ടിംഗ് ഹിൽ. ജൂലിയ റോബർട്ട്സും ഹ്യൂ ഗ്രാൻറ്റും ആണെങ്കിൽ 90s ബിഗ്ഗസ്റ്റ് ഹാർട്ട് ത്രോബ്സ് ആയിരുന്നു. അവരുടെ ഓൺ സ്ക്രീൻ പേഴ്സോണ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത അത്രയ്ക്കും ചാമിങ് ആയിരുന്നു. അവരുടെ കരിയറിൽ അത്രയും പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് നോട്ടിംഗ് ഹിൽ എന്ന സിനിമ റിലീസായത്. അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ ഐക്കോണിക് ആയിരുന്നു. അവരെ കാണാൻ വേണ്ടി മാത്രം നമുക്ക് ഈ സിനിമ കാണാം. ഒരുപാട് പുതുമുള്ള സിനിമയാണ് നോട്ടിംഗ് ഹിൽ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ എൻഗേജിങ് ആയ ഒരു റൊമാൻറ്റിക് കോമഡി കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നോട്ടിംഗ് ഹിൽ കാണാവുന്നതാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ദ റിമൈൻസ് ഓഫ് ദ ഡേ. 1993 സിനിമ റിലീസ് ചെയ്തത്. ഇതൊരു ട്രഡീഷണൽ ലവ് സ്റ്റോറി എന്നല്ല, പക്ഷെ കെൻഡൻ സ്റ്റീവൻസ് എന്ന് 2 പേരുടെ പറയാൻ ബാക്കി വെച്ച പ്രണയത്തിൻ്റെ കഥയാണ് ദ റിമൈൻസ് ഓഫ് ദ ഡേ. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 10 വർഷമായി ഡാർലിംഗ്ടൺ ഹാളിൽ വർക്ക് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആൻഡ് പ്രൊഫഷണൽ ആയ ബട്ട്ലറാണ് സ്റ്റീവൻസ്. പണ്ട് കൂടെ വർക്ക് ചെയ്ത കെൻഡൻ എന്ന സ്ത്രീയുടെ ലെറ്റർ സ്റ്റീവൻസിന് കിട്ടുകയാണ്. അവൾ ആഗ്രഹിക്കുന്ന ഒരു റീയൂണിയൻ ആയിരുന്നു. അങ്ങനെ അയാൾ അവളെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. ആ യാത്രയിലുടനീളം അയാൾ കെൻഡൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും അയാൾക്ക് അവളോട് പ്രണയം തോന്നിയതും എല്ലാം ഓർക്കുകയാണ്. സ്റ്റീവൻസിൻ്റെ റിഗ്രറ്റ്സും അയാൾ ഒതുക്കി വെച്ച ഇമോഷൻസും എല്ലാം അയാളുടെ ഓർമ്മകളിലൂടെ പ്രേക്ഷകർക്ക് കാണാം. പ്രൊഫഷണൽ ലൈഫിന് വേണ്ടി സ്വന്തം പേഴ്സണൽ ലൈഫും റിലേഷൻഷിപ്സും കെൻഡനോടുള്ള പ്രണയം എല്ലാം സാക്രിഫൈസ് ചെയ്ത ആളായിരുന്നു സ്റ്റീവനായിട്ട് അഭിനയിച്ച ആന്റണി ഹോക്കിൻസും കെൻഡനായിട്ട് അഭിനയിച്ച എമ്മ തോംസണുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രഡീഷണൽ ലവ് സ്റ്റോറി അല്ല, ഇതൊരു ഡയലോഗ് ഡ്രിവൻ മൂവി കൂടിയാണ്, ക്ലാസിക്കാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ സിനിമ കാണാൻ. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് അസ് ആൻഡ് ദം. ഇതൊരു ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. 2018 സിനിമ റിലീസ് ചെയ്തത്. സിനിമയുടെ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരേ റൂറൽ ഹോം ടൗണിൽ താമസിക്കുന്ന ലിൻ ഷിയാൻഷിങ് എന്ന ചെറുപ്പക്കാരനും ഷാവോ എന്ന ചെറുപ്പക്കാരുടെയും സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള സ്ട്രഗിളാണ് ഈ സിനിമയിൽ പറയുന്നത്. പാസ്റ്റ് ആൻഡ് പ്രസന്റിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് വന്നത്. പാസ്റ്റ് സീൻസ് കളറായിട്ടും പ്രസന്റ് സീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ടാണ് കാണിക്കുന്നത്. വീട്ടിലേക്ക് പോകുന്നതിനിടെ ട്രെയിനിൽ വെച്ചിട്ടാണ് അവർ 2 പേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അവർ 2 പേരും ബെയ്ജിങ്ങിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരു ഗെയിം മേക്കർ ആവാനായിരുന്നു ലിൻ ഷിയാൻഷിങ്ങിന്റെ ആഗ്രഹം. അതിനുവേണ്ടി അവൻ മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബോയ് ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്ന ഷാവോ അവസാനം ലിൻ ഷിയാൻഷിന്റെ റൂമിലേക്ക് മാറുകയാണ്. അവർ 2 പേരും സോഫ്റ്റ്വെയർസും ജപ്പാനീസ് സ്പോൺസൊക്കെ വിറ്റ് കാശുണ്ടാക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ സ്ട്രഗിൾസും അവർ തമ്മിലുള്ള പ്രണയവും വളരെ മനോഹരമായിട്ട് പറയുന്ന സിനിമയാണ് അസ് ആൻഡ് ദം. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു നൊമ്പരം അവശേഷിപ്പിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അസ് ആൻഡ് ദം മെമ്മറബിൾ ആണ്. കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ് മാൻ ഇൻ ലവ്. ഇതൊരു വളരെ ഇമോഷണലായ ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ്. 2021 സിനിമ റിലീസ് ചെയ്തത്. സിനിമയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മട്ടിപ്പലിശ കളക്ട് ചെയ്യുന്ന ഗുണ്ടകളുടെ ഒരുവനാണ് സെങ് മങ് ഡങ്. ഗുണ്ടകളിലെ ഏറ്റവും നന്മയുള്ള മനുഷ്യനാണ് അയാൾ. പലിശ പിരിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ദാരിദ്ര്യവും സങ്കടം പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ കാശ് അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു അവൻ. അങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വളരെ ഗുരുതരമായ നിലയിൽ കിടക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പലിശ പിരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അയാളുടെ റൂമിൽ വെച്ചവൻ അയാളുടെ മകളെ കാണുകയാണ്. വൃദ്ധം തരാനുള്ള പണത്തിൻ്റെ കാര്യം അവനോട് പറയുകയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് അഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പല സമയങ്ങളിലായിട്ട് അവൻ അവളെ കാണാൻ ചെല്ലുകയാണ്, അടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല.
അവസാനം അവൻ അവളായിട്ട് ഡീൽ വെക്കുകയാണ്. താനുമായി ഡേറ്റ് ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ അവളുടെ എല്ലാ കടങ്ങളും താൻ എഴുതി തള്ളാം എന്നായിരുന്നു ആ ഡീൽ. ഇങ്ങനെ വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്ന ലവ് സ്റ്റോറിയാണ് മാൻ ഇൻ ലവ്. പക്ഷേ ഒരു സർട്ടൺ പോയിന്റ് കഴിഞ്ഞാൽ ഈ സിനിമ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമയാണ് മാൻ ഇൻ ലവ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റോയ്ചുവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട നെറ്റ്ഫ്ലിക്സിലെ കുറച്ച് ലവ് സ്റ്റോറീസ് ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാണാൻ താല്പര്യമുള്ളൊരു സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.